നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിശാസ്ത്രത്തിൽ യോഗ വിഷയം. ദ്വിഗ്രഹ തിഗ്രഹ യോഗ വിഷയങ്ങൾ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ചതുർഗ്രഹ യോഗത്തിൻ്റെ ഫലം കല്യാണവർമാവ് തൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ സാരാവലിയിൽ ഇപ്രകാരമാണ് വിശദീകരിച്ചിരിക്കുന്നത്. ആദ്യം നിങ്ങൾ ശ്ലോകം ശ്രദ്ധിക്കുക. സൗവർണക പ്ലുതാക്ഷോ ശില്പകരോ വാ മഹാധനോ ധീരഃ ജാതോ നീരോഗതനുഃ ശശിജ്ഞഗുരു ഭാസ്കരേഹി സഹിതഃ. ഏതേഹി സഹിതഃ, ഈ ഗ്രഹങ്ങളോട് കൂടിയ 4 ചതുർഗ്രഹ യോഗങ്ങളോടുകൂടിയ വ്യക്തി ആരൊക്കെയാണ്? ശശിജ്ഞഃ, ശശി എന്നാൽ ചന്ദ്രൻ, ജ്ഞഃ എന്നാൽ ചന്ദ്രപുത്രൻ, അറിവിൻ്റെ ഗ്രഹം, ജാനാതിഥി ജ്ഞഃ, അറിവിൻ്റെ ഗ്രഹമായ ബുധൻ. പിന്നീടോ ഗുരു വ്യാഴം, ഭാസ്കര സൂര്യൻ. അതിനാൽ ഇവിടെ 3 ശുഭഗ്രഹങ്ങളാണ്, ചന്ദ്രനും ബുധനും വ്യാഴവും. അതോടുകൂടെ ഒരു പാപഗ്രഹമായ ആദിത്യനും കൂടെ വന്നാൽ ആ യോഗത്തിൻ്റെ ഫലമാണ് നാം ഇവിടെ വിശദീകരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഈ യോഗത്തിൽ ജനിച്ച വ്യക്തി സൗവർണകനാകുന്നു. സൗവർണകൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, സുവർണവുമായി ബന്ധപ്പെടുന്നു. സുവർണം എന്നാൽ സ്വർണം. സ്വർണവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് സൗവർണക. സുവർണം കരോതി ഇതി സൗവർണക. സ്വർണവുമായി ബന്ധപ്പെടുന്ന ശില്പാദി കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിക്കാണ് സൗവർണകൻ എന്ന് പറയുന്നത്. പിന്നീട് മേൽപ്പറഞ്ഞ വ്യക്തി പ്ലുതാക്ഷ ഭവതി. പ്ലുതേ അക്ഷിണി യസ്യ സഹ. അയാൾ ചഞ്ചലമായ നയനങ്ങളോട് കൂടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. പിന്നീട് അദ്ദേഹം ശില്പകരനാണ്. ശില്പം കരോതി ഇതി ശില്പകര. അദ്ദേഹം ശില്പവിദ്യ ചെയ്യുന്ന വ്യക്തിയാകുന്നു. പിന്നീട് മഹാധനഃ ഭവതി. മഹാൻ ധനം യസ്യ സഹ. വലിയ സമ്പത്തുള്ള വ്യക്തിയാണ്. അതിന് പുറമെ അദ്ദേഹം ശൂരനാണ്. വളരെയധികം ശൗര്യം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണെന്ന് സൂചിപ്പിക്കുന്നു. ധീരനാണ്. ശൂരൻ, ധീരൻ ഒക്കെ ഒരേ അർത്ഥം തന്നെയാണ്. പിന്നീട് അദ്ദേഹം നീരോഗധനുവാണ്. ആരോഗ്യമുള്ള ശരീരത്തോട് കൂടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും രോഗം വിട്ടുപോകുന്നു. അതിനാൽ അരോഗദൃഢഹാർത്തനായ വ്യക്തിയാണ് ഈ 3 ശുഭഗ്രഹങ്ങളായ ചന്ദ്രനും ബുധനും വ്യാഴവും. അതോടുകൂടി ഒരു പാപഗ്രഹമായ സൂര്യനും ചേർന്നാൽ ലഭിക്കുന്ന യോഗം. നിങ്ങൾക്ക് യോഗത്തിൻ്റെ ഫലം മനസ്സിലായി എന്ന് കരുതുന്നു. നമസ്തേ.